ഇടിച്ചുകയറി ടർബോ. 50 കോടി കളക്ഷന് നന്ദി പറഞ്ഞ് വൈശാഖ്. 50 കോടി ക്ലബിൽ ഇടിച്ചുകയറി മമ്മൂട്ടിയുടെ ടർബോ. ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ 52 കോടി കടന്നു. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പാണ് ചിത്രത്തിന്റെ റെക്കോർഡ് നേട്ടം. വലിയ വിജയം സമ്മാനിച്ച പ്രേക്ഷകർക്ക് സംവിധായകൻ വൈശാഖ് സമൂഹ മാധ്യമത്തിലൂടെ നന്ദി പറഞ്ഞു. 50 കോടി ക്ലബിലേക്ക് ഇടിച്ചുകയറി ജോസ്. ഒപ്പം നിന്ന എല്ലാവർക്കും സ്നേഹവും ആലിംഗനങ്ങളും. ഞങ്ങളെന്തായാലും പെട്ടെന്നൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. കട്ടയ്ക്ക് കൂടെ നിന്ന പ്രേക്ഷകർക്ക് 1000 നന്ദി. വൈശാഖ് കുറിച്ചു. കേരളത്തിലും റെക്കോർഡ് കളക്ഷനുമായിട്ടായിരുന്നു ടർബോയുടെ തേരോട്ടം. ആദ്യ ദിനം ചിത്രം വാരിയത് 6.2 കോടി. 2024 ആദ്യ ദിനം ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി ഇതോടെ ടർബോ മാറി. മലൈക്കോട്ടെ വാലിബൻ 5.86 കോടി, ആടുജീവിതം 5.83 എന്നീ സിനിമകളുടെ റെക്കോർഡാണ് ടർബോ തിരുത്തി കുറിച്ചത്. ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പും മാസ് ആക്ഷൻ കോമഡി രംഗങ്ങൾ കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീ പടർത്തുകയാണ്. തിയേറ്ററുകളിലേക്കുള്ള ജന ഒഴുക്ക് കാരണം 224 എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിനം ലഭിച്ചത്. ഇതാണ് കളക്ഷൻ ഉയരാൻ കാരണമായത്. എറണാകുളം ജില്ലയിലെ 40-ലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിൽ 22-ലധികം ഷോകളും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 50-ലധികം ലേറ്റ് നൈറ്റ് ഷോകളും ചാർട്ട് ചെയ്തു. പ്രീ ബുക്കിംഗിലൂടെയും ചിത്രം 2 കോടിക്കടുത്ത് നേടിയിരുന്നു. രണ്ടാം ദിനവും 3 കോടിക്ക് മുകളിലാണ് കേരളത്തിലെ കളക്ഷൻ. ഏകദേശം 100-ലധികം എക്സ്ട്രാ ഷോകൾ രണ്ടാം ദിവസവും നടന്നു. 2 മണിക്കൂർ 32 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മിഥുൻ മാനവൽ തോമസിന്റേതാണ് തിരക്കഥ. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 5ാമത്തെ സിനിമയാണ് ടർബോ. ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. കന്നഡ താരം രാജ്ബി ഷെട്ടിയാണ് പ്രധാന വില്ലനായി എത്തുന്നത്. ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയർ.